സുഗന്ധദ്രവ്യങ്ങളുടെ സുഗന്ധം അന്തരീക്ഷത്തിൽ നിറഞ്ഞിരുന്ന വിഭാവപൂർ ഗ്രാമത്തിൽ മായ എന്ന ബഹുമാനിയായ ഒരു സെൻഗുരു ജീവിച്ചിരുന്നു. ജീവിതത്തിന്റെ വെല്ലുവിളികളെ നാവിഗേറ്റ് ചെയ്യുന്നതിനുള്ള ഉൾക്കാഴ്ചയുള്ള മാർഗനിർദ്ദേശത്തിന് പേരുകേട്ട മാസ്റ്റർ എല്ലാ പ്രായത്തിലുമുള്ള അന്വേഷകരെയും സ്വാഗതം ചെയ്തു. പരാജയത്തിന്റെ സങ്കീർണതകളെക്കുറിച്ചുള്ള അഗാധമായ പാഠങ്ങൾ വാഗ്ദാനം ചെയ്തു. ഒരു ദിവസം കൗതുകമുള്ള ഒരു യുവ വിദ്യാർത്ഥി മാസ്റ്റർ മായയെ സമീപിച്ചു. മാസ്റ്റർ, എന്തുകൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെടുന്നത്? എങ്ങനെ അതിനെ മറികടക്കാം? മാസ്റ്റർ മായ സൗമ്യമായ പുഞ്ചിരിയോടെ ജ്ഞാനോദയത്തിന്റെ പ്രതീകമായ പുരാതന ബോധിവൃക്ഷത്തിനടിയിൽ തന്നോടൊപ്പം ചേരാൻ അർണവിനോട് ആംഗ്യം കാട്ടി. അർണവ്, മാസ്റ്റർ മായ തുടങ്ങി. എണ്ണമറ്റ അനുഭവങ്ങളുടെ ജ്ഞാനം പേറുന്ന അവളുടെ ശബ്ദം ഞങ്ങൾ എങ്ങനെ പരാജയപ്പെടുന്നു അതിലും പ്രധാനമായി അതിൽ നിന്ന് എങ്ങനെ ഉയരാമെന്നതിൻ്റെ ആഴത്തിലുള്ള പാഠങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാം. 1. പരാജയ ഭയം. മൃദുവായ പായയിലിരുന്ന് മാസ്റ്റർ മായ ആദ്യ പോയിന്റ് അഭിസംബോധന ചെയ്തു. അർണവ്, പരാജയ ഭയം പലപ്പോഴും നമ്മുടെ തലകർച്ചയിലേക്ക് നയിക്കുന്നു. എന്ത് തെറ്റ് സംഭവിക്കുമോ എന്ന ഭയത്താൽ തളർന്നിരിക്കുമ്പോൾ അപകട സാധ്യതകൾ ഏറ്റെടുക്കാൻ ഞങ്ങൾ മടിക്കുന്നു. യാത്രയുടെ ഭാഗമായി പരാജയം സ്വീകരിക്കുക, കാരണം പരാജയത്തിലൂടെയാണ് നമ്മൾ ശക്തി കണ്ടെത്തുന്നത്. 2. സ്ഥിരോത്സാഹത്തിന്റെ അഭാവം. ഊർജ്ജസ്വലമായ ഒരു വിപണിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാസ്റ്റർ മായ സ്ഥിരോത്സാഹത്തെക്കുറിച്ച് സംസാരിച്ചു. അർണവ്, പരാജയം അവസാനമല്ല, വിജയത്തിലേക്കുള്ള ഒരു വഴിത്തിരിവാണ്. സ്ഥിരോത്സാഹമില്ലായ്മ ആദ്യ പ്രതിബന്ധത്തിൽ യാത്ര ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. മുന്നോട്ട് പോകുക, തിരിച്ചടികളിൽ നിന്ന് പഠിക്കുക. സ്ഥിരോത്സാഹം നിങ്ങളുടെ വഴികാട്ടിയാകട്ടെ. 3. പൂർണ്ണത തേടുന്നു. പൂത്തുനിൽക്കുന്ന ഗുൽമോഹർ മരത്തിന്റെ ചുവട്ടിൽ മാസ്റ്റർ മായ പൂർണ്ണതയുടെ കെണിയിൽ ഊന്നി പറയുന്നു. അർണ, പൂർണ്ണതയെ പിന്തുടരുന്നത് ഒരു മരീചികയാണ്. കുറ്റമറ്റതായി ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ പരാജയത്തിലേക്ക് നീങ്ങുന്നു. അപൂർണതകളെ സ്വീകരിക്കുക, കാരണം അവ നമ്മുടെ ജീവിതത്തിന്റെ മാസ്റ്റർ പീസ് സൃഷ്ടിക്കുന്ന ബ്രഷ് സ്ട്രോക്കുകളാണ്. 4. സ്വയം പ്രതിഫലനത്തിന്റെ അഭാവം. ശാന്തമായ ഒരു കുളത്തിലൂടെ കടന്നു പോകുമ്പോൾ മാസ്റ്റർ മായ സ്വയം പ്രതിഫലനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. അർണവ്, പരാജയം വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുന്നു, പക്ഷെ നമ്മുടെ അനുഭവങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ നമുക്ക് അവ നഷ്ടമാകും. ആത്മപരിശോധനയ്ക്ക് സമയമെടുക്കുക, മൂലകാരണങ്ങൾ മനസ്സിലാക്കുക, പരാജയം വളർച്ചയുടെ ചവിട്ടുപടിയായി ഉപയോഗിക്കുക. 5. മാറ്റത്തിനുള്ള പ്രതിരോധം. ഒരു ആൽമരത്തിനരികിലിരുന്ന് മാസ്റ്റർ മായ മാറ്റത്തിനെതിരായ പ്രതിരോധത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അർണവ്, ജീവിതം ഒരു നദിയാണ്, എപ്പോഴും ഒഴുകുകയും മാറുകയും ചെയ്യുന്നു. ജീവിതത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ ചെറുക്കുന്നതിൽ നിന്നാണ് പലപ്പോഴും പരാജയങ്ങൾ ഉണ്ടാകുന്നത്. മാറ്റത്തെ സ്വീകരിക്കുക, പൊരുത്തപ്പെടുത്തുക. ജീവിതത്തിന്റെ പ്രവാഹങ്ങൾ നിങ്ങളെ പുതിയ തീരങ്ങളിലേക്ക് നയിക്കട്ടെ. 6. താരതമ്യവും അസൂയയും. ഒരു വേപ്പിൻ മരത്തിന്റെ തണലിൽ മാസ്റ്റർ താരതമ്യത്തിന്റെ വിഷത്തെ അഭിസംബോധന ചെയ്തു. അർണവ്, മറ്റുള്ളവർക്കെതിരെ നമ്മൾ നമ്മുടെ മൂല്യം അളക്കുമ്പോൾ നിരാശയിലേക്ക് നാം സ്വയം തിരിയുന്നു. മറ്റുള്ളവരുടെ വിജയം ആഘോഷിക്കൂ, എന്നാൽ നിങ്ങളുടെ യാത്ര അതുല്യമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ പാതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അസൂയ ഉപേക്ഷിക്കുക. 7. മൈൻഡ്ഫുൾനെസ് അഭാവം. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ മായ മാസ്റ്റർ മനസ്സിനെക്കുറിച്ച് സംസാരിച്ചു. അർണവ്, ജീവിതത്തിന്റെ തിരക്കിനിടയിൽ നമ്മൾ പലപ്പോഴും സന്നിഹിതരാക്കാൻ പരാജയപ്പെടുന്നു. ശ്രദ്ധക്കുറവ് തെറ്റുകളിലേക്ക് നയിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും തീരുമാനങ്ങളിലും ഇടപെടലുകളിലും അവബോധം വളർത്തിയെടുക്കുക. നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുവാണെങ്കിൽ പരാജയത്തിനുള്ള അവസരങ്ങൾ കുറയും. നക്ഷത്രങ്ങൾ രാത്രി ആകാശത്തെ അലങ്കരിക്കുമ്പോൾ ഒരു ചിത്രകാരന്റെ സ്ട്രോക്ക് ആഗിരണം ചെയ്യുന്ന ഒരു ക്യാൻവാസ് പോലെ അർണവ് മാസ്റ്റർ മായയുടെ പഠിപ്പിക്കലുകൾ ഉൾക്കൊള്ളുന്നു. വിഭാവ്പൂർ ഗ്രാമം സെൻഗുരുവിന്റെ കാലാതീതമായ ജ്ഞാനത്താൽ പ്രതിധ്വനിച്ചു. പരാജയത്തിന്റെ സൂക്ഷ്മതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും സാന്ത്വനമേകി. അർണവ്, രാത്രിയുടെ നിശബ്ദതയിൽ മായ മന്ത്രിച്ചു. പരാജയം അവസാനമല്ല, അതൊരു അധ്യാപകനാണ്. അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുക, പഠിക്കുക, അതിനു മുകളിൽ ഉയരുക. നിങ്ങളുടെ യാത്ര വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും മൊസൈക്കാണ്. ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാസ്റ്റർ പീസായിരിക്കും. വിഭാവ്പൂറിൻ്റെ ഹൃദയഭാഗത്ത് വ്യക്തിപരമായ വളർച്ചയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി പരാജയത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറായി ഒരു നവോന്മേഷത്തോടെ അർണവ് നടന്നു. ജ്ഞാനിയായ സെൻ മാസ്റ്ററോട്
പഠിപ്പിക്കലുകൾ ഗ്രാമം സ്വീകരിച്ചു. ജീവിതത്തിൻ്റെ സങ്കീർണതകളെ നാവിഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും അത് പ്രത്യാശയുടെ വെളിച്ചം പകർന്നു. If you love to watch this video, you can like, share and subscribe.